അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 മാർച്ചിൽ നടക്കാനിരിക്കുന്ന 10ാം ക്ലാസ് SSLC പരീക്ഷയുടെ SCERT പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അറബി ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഓരോ വിദ്യാർത്ഥി മുകളിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. പിന്നീട് ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമീകരിക്കാനൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. കൂൾ ഓഫ് ടൈമിനെ നിങ്ങൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടത് എന്നർത്ഥം. നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. അതായത് നമുക്ക് കൊടുത്തിട്ടുള്ള മാർക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് അതിന് കൊടുത്തിട്ടുള്ള സ്കോർ എത്രയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ മാർക്കിനൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ ഒരുപാട് നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് നിങ്ങളുടെ സമയം വെറുതെ കളയാതിരിക്കുക. അതുപോലെ തന്നെ AB ചോയ്സുള്ള ഒരു ചോദ്യത്തിൽ തന്നെ Aയും Bയും ചോയ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നോക്കൂ, അജിബ് അനിൽ അസ്ഇല. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അവിടെ കൊടുത്ത നിർദ്ദേശം നോക്കൂ. 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ് എന്നാണ്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം അൽ ബിൻതാനി ഡേഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ബിൻതാനി എന്ന് പറഞ്ഞാൽ? ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അല്ലേ. അൽ ബിൻതാനി എന്ന് പറയുമ്പോൾ 2 പെൺകുട്ടികൾ അല്ലേ. കലമ എന്ന് പറഞ്ഞാൽ ഒരു പേന, കലമാനി എന്ന് പറഞ്ഞാൽ 2 പേന. ആ രൂപത്തിലാണത് വന്നിട്ടുള്ളത് കേട്ടോ. അൽ ബിൻതാനി. അപ്പോൾ 2 പെൺകുട്ടികൾ. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. യദ്ഹബാനി, തെദ്ഹബാനി, തെദ്ഹബീന. ഇത്രയും ഓപ്ഷൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം അൽ ബിൻതാനി എന്ന് പറയുമ്പോൾ അത് മുഅന്നസാണ്, 2 പെൺകുട്ടികളാണ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ യദ്ഹബാനി എന്ന് പറയാൻ പറ്റൂല. 2 ആൺകുട്ടികളാണ് എങ്കിൽ നമുക്കവിടെ യദ്ഹബാനി എന്ന് പറയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ ശരിയായിട്ട് വരില്ല. തെദ്ഹബാനി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരുന്നത്? 2 പെൺകുട്ടികൾ പോകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് അൽ ബിൻതാനി തെദ്ഹബാനി എന്നാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി തെദ്ഹബീന എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ അൻതി എന്നുള്ള ലൊമീർ ചേർക്കുന്ന സമയത്താണ് തെദ്ഹബീന എന്നായിട്ട് മാറുന്നത് കേട്ടോ. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അൻതി തെദ്ഹബീന, നീ ഒരു സ്ത്രീ പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അൽ ബിൻതാനി തെദ്ഹബാനി എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹാഫിദ് ബക്കി ഇബ്രാഹിം. ഹാഫിദ് ബക്കി ഇബ്രാഹിം എന്ന് പറയുന്നത് ഷാഇറുൻ, അദ്ദേഹം ഒരു കവിയായിരുന്നു. ഡേഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയായിരുന്നു അദ്ദേഹം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. ഫിലസ്തീനിയെ, അതായത് ഫലസ്തീൻകാരൻ, മിസ്രി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ, അതുപോലെ തന്നെ ലബ്നാൻകാരൻ. ഇതിലേതാണ് ശരിയുത്തരമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ്. നമുക്കറിയാം ഹാഫിദ് ബക്കി ഇബ്രാഹിം എന്ന് പറയുന്നത് ഷാഇറുൻ മിസ്രിയാണ്. അദ്ദേഹമാണ് ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന മിസ്രിയായിട്ടുള്ള ഈജിപ്തുകാരനായിട്ടുള്ള കവി എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫിദ് ബക്കി ഇബ്രാഹിം ഷാഇറുൻ മിസ്രിയൻ എന്നാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി സിൽ ബൈനുൽ അമൂദൈനി, അവിടെ കൊടുത്തിട്ടുള്ളതായ ആ രണ്ട് കോളങ്ങളെയും പരസ്പരം മാച്ച് ചെയ്യാനാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. നോക്കൂ, കൽപ്പന ചൗള ആരായിരുന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തെ കോളത്തിൽ വന്നിട്ടുള്ളത് നോക്കൂ. മലിക്കത്തുൽ ഹിന്ദ്, അതുപോലെ തന്നെ അൽ ഇമാറാത്തിയ, അതുപോലെ റായിദത്തുൽ ഫലാ. മലിക്കത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാജ്ഞിയായിരുന്നു എന്നാണ്. അൽ ഇമാറാത്തി എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് എന്നാണ്. റായിദത്തുൽ ഫലാ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സഞ്ചാരി എന്നാണ്. ഇതിലേതായിരിക്കും കൽപ്പന ചൗള? റായിദത്തുൽ ഫലാ അല്ലേ. സുൽത്താന റസിയ, അതാണ് നാലാമത്തെ കൊടുത്തിട്ടുള്ള സുൽത്താന റസിയ. അവരാരായിരുന്നു? അവർ മലിക്കത്തുൽ ഹിന്ദാണ്, ഇന്ത്യയിലെ ഒരു രാജ്ഞിയായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഒക്കെ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ധീര വനിതയായിട്ടുള്ള രാജ്ഞിയായിരുന്നു സുൽത്താന റസിയ അഥവാ സുൽത്താന റസിയ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അൻ സലാസത്തിൽ അസ്ഇല, അതായത് താഴെ കൊടുത്തതിലെ 3 എണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അജിബ് അൻ സലാസത്തിൽ അസ്ഇല, നിങ്ങൾക്കവിടെ മലയാളത്തിൽ കൂടെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. 5 മുതൽ 7 വരെ 3 എണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്.
അഞ്ചാമത്തെ ചോദ്യം എന്താണ് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഇഖ്റ അൽ ഫിഖ്റത്തുൽ ആതിയ വ അജിബ് അനിൽ അസ്ഇല. അതായത് അവിടെ കൊടുത്തിട്ടുള്ളതായ ഫിഖ്റ ആ ഒരു പാരഗ്രാഫ് വായിക്കുവാനാണ്. വ അജിബ് അനിൽ അസ്ഇല എന്നിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. ഫിഖ്റത്ത് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്നാണ് അർത്ഥം. നറാ ഫി കൈരള نرى في كيرلا الجبال الخضراء والشواطئ الرائعة والأنهار الهادئة يعيش الجميع فيها بالأخوة والمودة تشتهر كيرلا بالمنتجات الصحية. അതായത് എന്താണ് പാരഗ്രാഫിൻ്റെ അർത്ഥം എന്ന് നോക്കൂ. നറാഫി കൈരള നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അൽ ജിബാൽ അൽ ഖലറ പച്ചപ്പുള്ളതായ മലകൾ, പച്ചപ്പുള്ളതായ മലനിരകളൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഷവാത്തി ഷവാത്തി എന്ന് പറഞ്ഞ തീരങ്ങളാണ്, കടൽ തീരങ്ങൾ. റായിയാത്ത് മനോഹരമായിട്ടുള്ള തീരങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. വൽ അൻഹാർ അൽ ഹാദി അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള നദികൾ. അൻഹാർ നദികളാണ്, പുഴകൾ, നദികൾ. അൽ ഹാദിയത്ത് ശാന്തമായിട്ടുള്ള പുഴകളും നദികളുമൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ്. യഈഷുൽ ജമീഉ ഫീഹ ഈ കേരളത്തിലെ ആളുകൾ അവർ യഈഷു അവർ ജീവിക്കുന്നത്, അൽ ജമീഉ ഫീഹ ആ കേരളത്തിലെ മുഴുവൻ ആളുകളും ജീവിക്കുന്നത് ബിൽ ഉഖുവത്തി ഉഖുവത്ത് എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നാണ്. വൽ മവദ്ദത്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹം, സ്നേഹത്തോടു കൂടിയും സാഹോദര്യത്തോടു കൂടിയിട്ടുമാകുന്നു അവർ ജീവിക്കുന്നത്. തഷ്തഹിർ കൈരള കേരളം ഫേമസ് ആയി തീർന്നിട്ടുണ്ട്, പ്രസിദ്ധയായി തീർന്നിട്ടുണ്ട്. ബിൽ മുൻതജാത്തി ഷിഹിയ ആരോഗ്യപരമായിട്ടുള്ള, മുൻതജാത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുകൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഷിഹിയ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകളൊക്കെ കേരളത്തിലുണ്ട് എന്നുള്ള നിലക്ക് കേരളം മറ്റുള്ള നാടുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അഥവാ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. അജിബ് അനിൽ അസ്ഇല താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഒന്നാമത്തെ നോക്കൂ. ബിമഷ്തഹറത്ത് കൈരള കേരളം എന്തുകൊണ്ടാണ് പ്രസിദ്ധി ആർജിച്ചത് അഥവാ അറിയപ്പെട്ടത് എന്നാണ്. എന്തുകൊണ്ടായിരുന്നു നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. തഷ്തഹിറു കൈരള ബിൽ മുൻതാജാതി സിഹിയ അല്ലേ. അതെന്താണ്, ആരോഗ്യപരമായിട്ട് ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സുകളൊക്കെ എന്തുണ്ട് കേരളത്തിലുണ്ട്. അവിടെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഇഷ്തഹറത്ത് കൈരള ബിൽ മുൻതജാതി സിഹിയ എന്നാണ്. ചോദ്യം നോക്കൂ. ഇക്തഷിഫ് മിനൽ ഫിഖറത്തി മായി എത്തി. ഇക്തഷിഫ് എന്ന് പറഞ്ഞാൽ നീ കണ്ടെത്തി എന്നാണ്. മിനൽ ഫിഖറത്തി ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നീ കണ്ടെത്തുവാനാണ്. മായി എത്തി താഴെ വരുന്ന കാര്യങ്ങൾ കണ്ടെത്തുവാനാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മുത്തറാദിഫ് കലിമത്ത് ഹുബ്. ഹുബ് എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹുബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആദ്യം അറിയണം. ഹുബ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്നേഹം എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പദം ആ പാരഗ്രാഫിൽ ഏതാണ് എന്നാണ്. ഏതായിരുന്നു, മവദ്ദത്ത് എന്നാണ്. അവിടെ ഹുബ് എന്നതിൻ്റെ മുത്തറാദിഫ് മവദ്ദത്താണ് വരുന്നത്. ജം ഒ കെലിമത്ത് നെഹർ. നെഹർ എന്നതിൻ്റെ ജം എന്താണ്, അതിൻ്റെ ബഹുവചനം എന്താണ് എന്നാണ്. നമുക്കറിയാം നെഹറുൻ ജം ആണ് അൻഹാർ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. മുലാരി ഒ കെലിമത്തി ആശ. ആശ എന്നുള്ള പദത്തിൻ്റെ മുലാരി എന്താണ് എന്നാണ്. ആശ എന്ന് പറഞ്ഞാൽ ജീവിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരി എന്താണ് വരുന്നത്, ആശ യഈഷു എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഉക്തുബ് കെമാ ഫിൽ മിസാൽ. അവിടെ നമുക്ക് ആറാമത്തെ ചോദ്യത്തിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ വന്ന ചോദ്യം ടീച്ചർ വായിക്കുന്നത് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ എഴുതുവാനാണ്. ഉക്തുബ് നീ എഴുതണം, കെമാ ഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എന്നാണ്. അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൽ മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, ഉദാഹരണം എന്നാണ് അർത്ഥം. അൽ മൈദാനു പ്ലസ് അൽ മദ്രസത്തു എന്നാണ് അല്ലേ. അൽ മൈദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈതാനം, ഗ്രൗണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. മദ്രസത്ത് എന്ന് പറഞ്ഞാൽ സ്കൂള്. ആ ഒരു 2 പദത്തെ നിങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നാണ് അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ. മൈദാനുൽ മദ്രസത്തി അല്ലെ, മൈദാനുൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റം അഥവാ സ്കൂളിൻ്റെ ഗ്രൗണ്ട് അതെന്താണ്, വാസിയോൻ വിശാലമായിട്ടുള്ളതാണ് എന്നാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, മുലാഫും മുലാഫിൻ ഇലൈഹി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയുന്ന രീതി, അതാണല്ലോ മുലാഫും മുലാഫിൻ ഇലൈഹി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് അഥവാ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അലിഫ് ലാമിനെ കളയണം. അതുകൊണ്ടാണ് അൽ മൈദാനു എന്നുള്ളത് മൈദാനു എന്നായിട്ട് മാറുന്നത്. നിങ്ങൾ നോക്കൂ. മൈദാനുൽ മദ്രസത്തി
സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്നുള്ള അർത്ഥത്തിലേക്കാണ് അത് മാറുന്നത് അല്ലേ. മൈദാനുൽ മദ്രസത്തി വാസിഉൻ എന്നാണ്. സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്താണ്? വാസിഉൻ എന്ന് പറഞ്ഞാൽ വിശാലമായതാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു സെൻറ്റൻസിനെ താഴെ കൊടുത്ത സെൻറ്റൻസുകൾ എഴുതേണ്ടത്. നോക്കൂ, ഫിൽ മക്തബി ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് എന്നാണ്. ഓഫീസിലുണ്ട് ആരാണുള്ളത്? അവിടെ നിങ്ങൾക്ക് കൊടുത്ത പദങ്ങൾ നോക്കൂ. മുദീറുൻ പ്ലസ് ഷെരീക്കത്തുൻ എന്നാണ്. മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ, മാനേജർ എന്നൊക്കെയാണ് അർത്ഥം. ഷെരീക്കത്ത് എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണ്. അപ്പോൾ ഓഫീസിൽ കമ്പനിയുടെ മാനേജർ ഉണ്ട് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫിൽ മക്തബി മുദീറു ഷെരിക്കത്തി എന്നാണ് എഴുതേണ്ടത് കേട്ടോ. മുദീറു ഷെരിക്കത്തി എന്ന് എഴുതാം. ഇനി അതിൽ രണ്ടാമത് നോക്കൂ, അന ഡേഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആരാണ്? അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് എല്ലാം അവിടെ കൊടുത്തത് എങ്ങനെയാണ്? അൽ ഉസ്താദു പ്ലസ് അൽ ജാമിഅത്തു എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്നാണ്. ജാമിഅത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അന ഉസ്താദുൽ ജാമിഅത്തി എന്നാണ് എഴുതേണ്ടത്. അന ഉസ്താദുൽ ജാമിഅത്തി. ആ ഒരു അൽ ഉസ്താദ് എന്നുള്ളതിന് അലിഫ്ലാമിനെ നിങ്ങൾ കളയണം കേട്ടോ. അതുപോലെ തന്നെ അൽ ജാമിഅത്തി എന്ന് പറയണം. അതായത് മുലാഫിൻ ഇലേഹി എന്നാണ് നമ്മൾ അതിനെ പറയുക. അതിൻ്റെ അവസാനത്തിൽ എപ്പോഴും ജെറ് വരികയുള്ളൂ, അഥവാ കെസ്റ് മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അൽ ജാമിഅത്തി അശ്ശരിക്കത്തി അതുപോലെ തന്നെ മൈദാനുൽ മദ്രസത്തി കണ്ടില്ലേ, ആ രൂപത്തിൽ കെസ്റ് കൊടുക്കുവാനുള്ള അഥവാ ജെറ് കൊടുക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കൂ. സ്വഹീ അൽ ജുമല താലിയ, താഴെ കൊടുത്ത സെൻറ്റൻസുകളെ നിങ്ങളോട് സ്വഹീഹാക്കി എഴുതുവാനാണ് അഥവാ ശരിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ, അതിൽ അലവൽ ഷോറൽ മാ ഉ നഖിയുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഷോറൽ മാ ഉ വെള്ളം ആയിത്തീർന്നു, നഖിയുൻ ശുദ്ധമായി തീർന്നു എന്നാണ്. നമുക്കറിയാം സോറ എന്ന് പറയുന്നത് കാന, ഷോറ എന്നൊക്കെ പറയുന്നത് എന്താണ്? കാനയുടെ അഹ്വാത്തിൽ വരുന്നതാണ് സോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാനയും കാനയുടെ അഹ്വാത്തും ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പദത്തിന് തൊട്ട് ശേഷം വരുന്നതായ പദം അഥവാ അതിൻ്റെ ഇസ്മിന് റഫ് ആയിരിക്കും വരുന്നത് എന്നാണ്. റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മ്. പിന്നെ രണ്ടാമത് വരുന്നതായ ഇസ്മ് അഥവാ അതിൻ്റെ ഖബർ എന്നാണ് നമ്മൾ അതിന് പറയുക. അതിന് നെസ്ബുമായിരിക്കും വരുന്നത്. നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹ ആയിരിക്കും അവിടെ വരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഷോറൽ മാ ഉ നഖിയുൻ എന്ന് പറയാൻ പാടില്ല. ഷോറൽ മാ ഉ നഖിയൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഷോറൽ മാ ഉ നഖിയൻ. ആ രൂപത്തിലാണ് സെൻറ്റൻസിനെ നിങ്ങൾ മാറ്റി എഴുതേണ്ടത്. അതിലെ ബാ നോക്കൂ. ലൈസൽ ജവ്വ ഹാറൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ലൈസൽ ജവ്വ അന്തരീക്ഷമല്ല, ഹാറൻ എന്ന് പറഞ്ഞാൽ ഹോട്ട് ചൂടുള്ളതല്ല എന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് അർത്ഥത്തിലല്ല തെറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കാനയുടെ അഹ്വാത്തിൽ വരുന്നത് തന്നെയാണ് ഷോറ ലൈസ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നേരത്തെ ഷോറയെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇസ്മിന് അവിടെ വരേണ്ടത് റഫ് ആണ് വരേണ്ടത്. ഇവിടെ കൊടുത്ത് നോക്കൂ, ലൈസൽ ജവ്വ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈസൽ ജവ്വു എന്നാണ് പറയേണ്ടത് കേട്ടോ. ലൈസൽ ജവ്വു ഹാറൻ എന്നുള്ള രൂപത്തിലാണ് ആ സെൻറ്റൻസ് മാറ്റി എഴുതേണ്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. അലിഫ് ഇലൽ മൻലൂമി സുതൂറ മിൻ ഇന്ദിക മുസ്തഖ്ദിമൽ കലിമാത്തി ഫിൽ ഖൗസൈനി. അലിഫ് എന്ന് പറഞ്ഞാൽ നീ ചേർക്ക് എന്നാണ്. ഇലൽ മൻലൂമി അവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു കവിതയുടെ വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കവിതയുടെ വരിയിലേക്ക് ചേർക്കുവാനാണ്. എന്ത് ചേർക്കുവാൻ? സുതൂറ മിൻ ഇന്ദിക നിൻ്റെ അടുക്കലുള്ളതായ ലൈനുകൾ, നിനക്കറിയാവുന്ന ലൈനുകളൊക്കെ അതിലേക്ക് ചേർക്കുവാനാണ് മുസ്തഖ്ദിമൽ കലിമാത്തി ഫിൽ ഖൗസൈനി അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ലൈനുകൾ എഴുതുവാൻ വേണ്ടിയിട്ട്. അവിടെ കൊടുത്ത പദങ്ങൾ നോക്കൂ. യാ അഹി എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ യാ അഹി എന്ന് പറഞ്ഞാൽ അല്ലയോ സഹോദര, അല്ലെ എൻ്റെ സഹോദര എന്നാണ്. ഹുസുനൻ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. നിയാം എന്ന് പറയുന്നത് നിയാമത്തുൻ എന്നതിൻ്റെ ജം ആണ് നിയാം എന്ന് പറയുന്നത്. ദാറുൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. ഫറഹൻ സന്തോഷം. അപ്പോൾ ഇത്രയും പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഒരു കവിതയാക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കൂ. യാ അഖി അൽ ഹുസ്ന യുദ്ഇബുൽ ഖൽബ വനിഅമുല്ലാഹി കസീറത്തുൻ ഹൗലന വഫീ ദാരിന നഈഷു ബിസലാമിൻ വയസീദുൽ ഫറഹു ഹയാതന ജമാലൻ.
അതായത് യാ അഹി, അല്ലയോ സഹോദര, അൽ ഹുസ്നു, ദുഃഖം എന്ന് പറയുന്നത് യുതഇബുൽ ഖൽബ, അത് ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നതാണ് എന്നാണ്. നിഅമുല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കസീറത്തുൻ, അത് ധാരാളമാണ്. ഹൗലന, നമുക്ക് ചുറ്റും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. വഫീ ദാരിന, നമ്മുടെ വീട്ടിലെ നഈഷു, നാം ജീവിക്കുന്നുണ്ട്. ബിസലാമിൻ, സമാധാനത്തോട് കൂടിയിട്ട്. യസീദുൽ ഫറഹു, സന്തോഷം വർദ്ധിക്കുന്നുണ്ട്. ഹയാത്തന, നമ്മുടെ ജീവിതത്തിലെ ജമാലൻ, എന്താണ്, സൗന്ദര്യത്തെ, ഭംഗിയെ വർദ്ധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ സന്തോഷത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഭംഗി ഉണ്ടായിത്തീരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പം ഈ ഒരു രൂപത്തിലേക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതിൽ ബി വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ. കെമ്മിൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ അവിടെയുള്ള സെൻറ്റൻസുകൾ പൂർത്തിയാക്കുവാനാണ് കേട്ടോ. അൽ മിസാൽ, അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ. അൽ വലദു ജാലിസുൻ തഹ്ത ഷജറത്തി, അൽ വലദു, കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ജാലിസുൻ, അവൻ ഇരിക്കുന്നവനാണ്, തഹ്ത ഷജറത്തി, മരത്തിൻ്റെ താഴെ ഇരിക്കുന്നവനാണ് എന്നാണ്. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത പദം നോക്കൂ, ജലസ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ് അർത്ഥം. ആ ജലസ എന്നുള്ള ആ ഒരു പദത്തെ, ആ ഒരു ഫിഅലിനെ എന്താക്കിയാണ് മാറ്റുന്നത്, അത് ഫായിലാക്കിയിട്ട് ഫായിലിൻ്റെ രൂപത്തിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇസ്മു ഫായിൽ എന്നാണ് നമ്മളതിന് ശരിക്കും പറയാം. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പമാണ്. അതെന്താണെന്ന് വെച്ചാൽ 3 അക്ഷരമുള്ള ഫിഅലാണ് എങ്കിൽ നമ്മൾ ഫായിലുൻ എന്ന് പറയുന്ന രൂപത്തിൽ, 3 അക്ഷരമുള്ള ഫിഅലാണെങ്കിൽ ഏത് ഫിഅലാണെങ്കിലും ഫായിലുൻ എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മതി. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇസ്മു ഫായിലിനെ കിട്ടുന്നതാണ് കേട്ടോ. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അതിലെ അത്വാലിബു ഡാഷ് ഇലൽ മദ്രസത്തി എന്നാണ്. അത്വാലിബു, വിദ്യാർത്ഥി, ഡാഷ് ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്, ദഹബ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നവനാണ് പറയേണ്ടത്. അപ്പം എങ്ങനെയായിരിക്കും, അത്വാലിബു ദാഹിബുൻ ഇലൽ മദ്രസ, ടീച്ചർ പറഞ്ഞല്ലോ ഫായിൽ എന്ന് പറയുന്ന രൂപത്തിൽ. അപ്പോൾ എങ്ങനെയാണ് വരിക, ദഹബ എന്നുള്ളത് ലാഹിബുൻ എന്നായിട്ട് മാറുന്നു. അത്വാലിബു ദാഹിബുൻ ഇലൽ മദ്രസത്തി എന്നായിട്ട് മാറും. അടുത്ത നോക്കൂ, അൽ ബിൻതു ഡാഷ് ഫിൽ മദ്രസത്തി എന്നാണ്. അൽ ബിൻതു, പെൺകുട്ടി, ഡാഷ് ഫിൽ മദ്രസത്തി, സ്കൂളിൽ, ദറസത്തി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദറസത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ അൽ ബിൻതു ദാരിസത്തുൻ, ഫായിൽ എന്ന് പറയുന്ന പോലെ ദാരിസുൻ എന്ന് വരും. ഇവിടെ ബിൻത്ത് ആയതുകൊണ്ട് തന്നെ ദാരിസത്തുൻ എന്ന് പറയണം കേട്ടോ. അൽ ബിൻതു ദാരിസത്തുൻ ഫിൽ മദ്രസത്തി എന്നർത്ഥത്തിലാണ് വരിക. അടുത്ത് നോക്കൂ, ജാസിം, ജാസിം ആരാണ്, ഡാഷ് ദർശഹു, അവൻ്റെ പാഠങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കത്തബ, എഴുതി എന്നാണ്. അപ്പം ജാസിം അവൻ്റെ പാഠം എഴുതി. അപ്പോൾ നമ്മളതിനെ കത്തബ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ മാറ്റണം, ജാസിമുൻ കാത്തിബുൻ ദർശഹു എന്നാണ്. അവൻ്റെ പാഠങ്ങൾ എഴുതുന്നവനാണ് എന്നർത്ഥം വരും. അടുത്ത് നോക്കൂ, ഫാത്തിമത്തു, ഫാത്തിമ ആരാകുന്നു, ഇൻദൽ ഹാഫിലത്തി, അതായത് ഹാഫില എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ അടുത്ത്, വഖഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. നിൽക്കുന്നവളാണ് എന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയാം, ഫാത്തിമത്തു വാഖിഫത്തുൻ കേട്ടോ, വാഖിഫത്തുൻ ഇൻദൽ ഹാഫിലത്തി എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അൻസിറ്റത്തി അസ്ഇലത്തിൻ, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അതായത് 8 മുതൽ 13 വരെയുള്ള ഏതെങ്കിലും 6 നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. നോക്കൂ, ഇഖ്റ അൽ ഫിഖ്റ വ അൻശിഅ മിൻഹ 3 അസ്ഇലത്തിൻ ബിസ്തിഖ്ദാമി അദവാത്തിൽ ഇസ്തിഫ്ഹാമിൽ ആത്തിയ. അതായത് അവിടെ കൊടുത്ത പാരഗ്രാഫ് വായിക്കുവാനാണ്. വ അൻശിഅ മിൻഹ, എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാക്കുവാനാണ്. 3 അസ്ഇല, 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുവാനാണ് വന്നിട്ടുള്ളത്. ബിസ്തിഖ്ദാമി അദവാത്തിൽ ഇസ്തിഫാമിൽ ആത്തിയ, അതായത് അവിടെ കൊടുത്തിട്ടുള്ളതായ അദവാത്തിൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പാരഗ്രാഫ് നോക്കൂ. വലിദ മുഹമ്മദ് ഹറാവി ഫി മിസ്ര സന 1885 മീലാദിയ. മുഹമ്മദ് ഹറാവി, അദ്ദേഹം 1885 ഈജിപ്തിലാണ് ജനിച്ചത് എന്നാണ്. തലഖൽ ഉലൂമ മിൻ മദാരിസി അൽ ഖാഹിറ വൽ ഇസ്കന്ദരിയ വതഅല്ലമ ലുഗതൈനി അൽ ഇൻജിലീസിയ വൽ ഫറൻസിയ. അതായത് തലഖൽ ഉലൂമ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജ്ഞാനമൊക്കെ നേടിയെടുത്തത് മിൻ മദാരിസുൽ ഖാഹിറ, കൈറോയിലെ
കെയ്റോയാണ്. കെയ്റോയിലെ മദാരിസ് എന്നാണ് സ്കൂളുകൾ, കെയ്റോയിലെ സ്കൂളുകളിൽ നിന്നാകുന്നു. വൽ ഇസ്കന്ദരിയ, അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെയും കെയ്റോയിലുമെല്ലാം ഉള്ളതായ മദ്രസകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമൊക്കെ നേടിയെടുത്തത് എന്നാണ്. വതഅല്ലമൽ ലുഅത്തൈനി, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ ഫ്രാൻസ് ഭാഷയും അദ്ദേഹം പഠിച്ചു എന്നാണ്. വയുഅദ്ദു, അദ്ദേഹത്തെ എണ്ണപ്പെടുന്നുണ്ട് റായിദിൽ ഷിഅറിൽ അത്ഫാലി, ബാലകവിതകൾ, കുട്ടികൾക്കുള്ള കവിതകളുണ്ടല്ലോ, ബാലകവിതകളുടെയൊക്കെ ഒരു റായിദായിക്കൊണ്ട്, അതിൻ്റെയൊക്കെ ഒരു നേതാവായിക്കൊണ്ടാണ് അദ്ദേഹത്തെ എണ്ണപ്പെടുന്നത് എന്നാണ്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാകുന്നു സെമീറുത്തിഫിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരു കവിതയാണ് എന്നാണ്. ഇൻതഖല റഹ്മത്തില്ല അൽഫമത്തിസ്ഉമസലാസീന മീലാദിയ, 1939 അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങിയെന്നാണ്. ഇതാണ് അവിടെ കൊടുത്ത പാരഗ്രാഫ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ അവിടെ കൊടുത്ത ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. മൻ, മാത, മത്ത, ഐന. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, മാത എന്ത്, മത്ത എപ്പോൾ, ഐന എവിടെ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടാക്കാമെന്ന് നോക്കൂ. മൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് മൻ കാന മുഹമ്മദ് ഹറാവി എന്ന് എഴുതാം നമുക്ക്. മൻ കാന മുഹമ്മദ് ഹറാവി, മുഹമ്മദ് ഹറാവി ആരായിരുന്നു, അദ്ദേഹം ആരായിരുന്നു. റായിദു ഷിഅറിൽ അത്ഫാൽ എന്ന് എഴുതാം. ആരായിരുന്നു, റായിദുൽ ഷിഅറിൽ അത്ഫാൽ, അതായത് ബാലകവിതകളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഇനി മത്ത വുലിദ മുഹമ്മദ് ഹറാവി, മുഹമ്മദ് ഹറാവി എപ്പോഴാണ് ജനിച്ചത്, അല്ലെങ്കിൽ മത്താ തൂഫിയ മുഹമ്മദ് ഹറാവി എപ്പോഴാണ് മരണപ്പെട്ടത് നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ അടുത്തതുപോലെ തന്നെ ഐന എന്നുള്ളതാണ് അല്ലെ. ഐന എവിടെയെന്ന്, മിൻ ഐന തലക്ക മുഹമ്മദ് ഹറാവി അൽ ഉലൂമ എന്ന് എഴുതാം. മിൻ ഐന എവിടെ നിന്നാണ്, തലക്ക അൽ ഉലൂമ അദ്ദേഹം വിജ്ഞാനങ്ങളൊക്കെ നേടിയെടുത്തത്, ആര്, മുഹമ്മദ് ഹറാവി എന്ന് എഴുതാവുന്നതാണ്. ഇനി 9ാമത്തെ ചോദ്യം. ഇഖ്റഅ റിസാലത്തുൽ ഖസീറ വഅൻശിഅ റിസാലത്തുൽ ഖസീറ ലിതഹ്നിഅതി സ്വദീഖിക അലാ ഹുസൂലിഹിൽ മർത്തബത്തുൽ ഊലാ ഫിൽ ഇംതിഹാൻ, അതായത് അവിടെ കൊടുത്തതായ ഒരു ഷോർട്ട് മെസ്സേജ് വായിക്കുവാനാണ് കേട്ടോ. ഇഖ്റ, നീ വായിക്കുക, റിസാലത്തുൽ ഖസീറ, ഷോർട്ട് മെസ്സേജ് വായിക്കുവാനാണ്. അൻഷ്യ, എന്നിട്ട് നീ ഉണ്ടാക്കണം റിസാലത്തുൽ ഖസീറ, അതുപോലത്തെ ഒരു ഷോർട്ട് മെസ്സേജ് ഉണ്ടാക്കുവാനാകുന്നു. ലിതഹ്നിഅതി സ്വദീഖിക, നിൻ്റെ കൂട്ടുകാരനെ പ്രശംസിച്ചുകൊണ്ട്, അലാ ഹുസൂലിഹിൽ മർത്തബത്തുൽ ഊലാ ഫിൽ ഇംതിഹാനി, പരീക്ഷയിലെ 1ാം സ്ഥാനം നേടിയതിന് തൻ്റെ കൂട്ടുകാരനെ പ്രശംസിച്ചുകൊണ്ട് ഇതുപോലെയുള്ളൊരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഉണ്ടാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ. ഉഖദ്ദിമു ലക അസ്ക തഹാനി വത്തബ്രീകാതി അലാ ഹുസൂലിക്കൽ മർകസുൽ അവൽ ഫി മുസാബഖത്തുൽ ഖിതാബ്, അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു പ്രസംഗ മത്സരത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിച്ചതിന് പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണ്. ഉഖദ്ദിമു ലക അസ്ക തഹാനി, ഞാൻ നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വത്തബ്രീകാത്ത്, എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. അലാ ഹുസൂലിക, നിനക്ക് നേടാൻ പറ്റിയതിൽ, കരസ്ഥമാക്കാൻ പറ്റിയതിൽ, അൽ മർകസുൽ അവല, 1ാമത്തെ സ്ഥാനം, ഫി മുസാബഖത്തുൽ ഖിതാബി, ആ ഒരു പ്രസംഗ മത്സരത്തിൽ എന്നാണ്. നമുക്ക് ഇതിനെ തന്നെ മാറ്റി എഴുതാൻ പറ്റുന്നതാണ്. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. ഖദ്ദിമു ലക അസ്ക തഹാനി വത്തബ്രീകാത്തി അലാ ഹുസൂലിക അൽ മർത്തബത്തുൽ ഊല എന്ന് എഴുതാം. അലാ ഹുസൂലിക അൽ മർത്തബത്തുൽ ഊല ഫി മുസാബഖത്തുൽ ഖിതാബ് എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതിയാൽ മതി, ഫിൽ ഇംതിഹാൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. വഖദ്ദിമു ലക അസ്ക തഹാനി വത്തബ്രീകാത്തി അലാ ഹുസൂലിക അൽ മർത്തബത്തുൽ ഊല ഫിൽ ഇംതിഹാൻ എന്ന് എഴുതിയാൽ മതിയേ. അടുത്ത ചോദ്യം നോക്കൂ. കെമിൽ ഫറാഅ ബിൽ മുനാസിബി, അതായത് യോജിച്ച പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗം ഫില്ല് ചെയ്യുവാനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വന്നിട്ടുള്ളത്. അൽ മുഫ്രദു, അൽ മുസന്ന, അൽ ജം, ഇങ്ങനെ 3 ബോക്സ് നമുക്ക് അവിടെ കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഏകവചനം, അതുപോലെ തന്നെ ദ്വിവചനം, അതുപോലെ തന്നെ അതിൻ്റെ ബഹുവചനം. നോക്കൂ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഓരോ പദങ്ങളെ, ഫിയലുകളെ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ലൊമീറുകൾ, ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അനാനഹിനു, ഈ ലൊമീറുകൾ ചേർക്കുന്ന സമയത്ത് ഫിയൽ മാലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മുലാരിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രൂപത്തിലാണിത് വന്നിട്ടുള്ളത്. നോക്കൂ.
കത്തബ്ത എന്നാണ് ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത്. കത്തബ്ത എന്ന് പറഞ്ഞാൽ നീ എഴുതി എന്നാണ്. കത്തബ്ത എന്നുള്ളത് നമ്മൾ ഒരാളാകുന്ന സമയത്ത് കത്തബ്ത എന്ന് പറയുന്നു. അത് രണ്ട് പേരാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കത്തബ്ത കത്തബ്തുമ എന്നാണ് പറയുക. കത്തബ്തുമ കത്തബ്തും, കത്തബ്ത കത്തബ്തുമ കത്തബ്തും, കത്തബ്തി കത്തബ്തുമ കത്തബ്തുന്ന എന്നാണ് അതിന് ബാക്കി വരുന്നത്. നമുക്ക് അവിടെ 3 മാത്രമേ എഴുതാനുള്ളൂ. അടുത്ത ഫിയൽ കൊടുത്തിട്ടുള്ളത് സ്വദഖ്തി എന്ന്. സ്വദഖ്തുമ സ്വദഖ്തുന്ന അങ്ങനെയാണ് വരുന്നത്. അതായത് അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന ആ രൂപത്തിലല്ലേ. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഇങ്ങനെ അൻതയും അൻതുമ ഇതൊക്കെയാണ് ചേർക്കേണ്ടത് എങ്കിൽ അതിൻ്റെ അവസാനത്തിൽ വരുന്ന ത തുമ തും തി തുമ തുന്ന ഇതാണ് നിങ്ങൾ ആ ഒരു ഫിയലും ആദ്യയുടെ കൂടെ ചേർത്ത് വെക്കേണ്ടത്. അങ്ങനെയും മനസ്സിലാക്കി വെക്കാവുന്നതാണ്. ഇനി അടുത്ത് നോക്കിയത് ഫിയല് മാലിയാണ് എങ്കിൽ അപ്പുറത്തെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഫിയല് മുലാരിയാണ് കേട്ടോ. തെക്തുബ് എന്നാണ്. തെക്തുബു അതായത് നീ എഴുതുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തെക്തുബു തെക്തുബാനി തെക്തുബൂന എന്നാണ് വരിക. അതുപോലെ തന്നെ തെക്തുബീന അൻത്യാന്ന സമയത്ത് തെക്തുബീന തെക്തുബാനി തെക്തുബിന എന്നാണ് വരിക കേട്ടോ. തെക്തുബീന തെക്തുബാനി തെക്തുബിന ആ രൂപത്തിലാണ് അത് എഴുതേണ്ടത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കൂ. റത്തിബിൽ കലിമാത്തി ഹത്താ തുസീറ ജുംലത്തിൻ. അവിടെ കൊടുത്തിട്ടുള്ളതായ പദങ്ങളെ ഓർഡർ ചെയ്യുവാനാണ്. റത്തിബ് എന്ന് പറഞ്ഞാൽ ഓർഡർ ആക്കുവാനാണ്. അതൊരു ജുംലയാകുന്ന രൂപത്തിൽ, ഒരു സെൻറ്റൻസ് ആകുന്ന രൂപത്തിൽ നിങ്ങളതിനെ ഓർഡർ ആക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ നോക്കൂ. നഷീത്തൻ കാനത്ത് ദാരിസത്തൻ മറിയം. ഇത്രയും പദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെ നഷീത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആക്റ്റീവ് ആയിട്ടുള്ള, ഉന്മേഷവതിയായിട്ടുള്ള എന്നാണ്. കാനത്ത് ആയിരുന്നു, ദാരിസത്തൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനിയും, മറിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ കിട്ടും. മറിയം ഒരു ഉന്മേഷവതിയായിട്ടുള്ള വിദ്യാർത്ഥിനിയായിരുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത്? കാനത്ത് മറിയം അല്ലെ, കാനത്ത് മറിയം ദാരിസത്തൻ നഷീത്തൻ എന്നാണ് എഴുതേണ്ടത്. കാനത്ത് മറിയം ദാരിസത്തൻ നഷീത്തൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത് നോക്കൂ. തൊബീബൻ ഐമനു സോറ മാഹിറൻ എന്നാണ്. അതായത് തൊബീബ് എന്ന് പറഞ്ഞ ഡോക്ടർ എന്നാണ്. ഐമൻ എന്ന് പറഞ്ഞ ഐമൻ ഒരു നെയിമാണ്. സോറ ആയിരുന്നു. മാഹിറൻ എന്ന് പറഞ്ഞ നല്ല കഴിവുള്ള, നല്ല നിപുണനായിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു. ആര്? ഐമൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഈ പദങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കതിന് എങ്ങനെയായിരിക്കും ഒരു സെൻറ്റൻസ് വരേണ്ടത്, അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രൂപത്തിൽ നിങ്ങളതിനെ ഓർഡർ ആക്കിയാൽ മതി. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും? സോറയായിരിക്കും ആദ്യം വരുന്നത് അല്ലേ. സോറ ഐമനു തൊബീബൻ മാഹിറൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി 3ാമത്തെ നോക്കൂ. ബാത്തത്ത് സാഹിറത്തൻ അൽ ഉമ്മു. ബാത്തത്ത് എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു കൂട്ടി. രാത്രിയിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്? സാഹിറത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചവളായിക്കൊണ്ട്, ഉറങ്ങാത്തവളായിക്കൊണ്ട് എന്നാണ്. അൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലേ. ഉമ്മ രാത്രിയിൽ ഉറങ്ങാത്തവളായിക്കൊണ്ടാണ് രാത്രി കഴിച്ചു കൂട്ടിയത് എന്നാണ്. നമ്മൾ എങ്ങനെ എഴുതും? ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാന, സോറ, ബാത്ത എന്നൊക്കെ പറയുന്നത് കാനയുടെ അഹവാത്തിൽ വരുന്നതാണ് സോറയും അതുപോലെ ബാത്തയൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്നതിന് റഫ് ആയിരിക്കും. രണ്ടാമത് വരുന്ന പദത്തിന് നെസ്ബ് ആയിരിക്കും, ഫതഹ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ഇനി 11ാമത്തെ ചോദ്യം. ഇഖ്റ അൽ ഫിഖറത്തിൽ ആതിയ വ അജിബ് അനിൽ അസ്ഇല. താഴെ കൊടുത്ത പാരഗ്രാഫ് വായിക്കുവാനാണ്, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. മാ അജ്മലൻ നെഹർ യജ്രി ബിമാ ഇൻ അർസഖ സോഫിൻ തുസയ്യിനുഹു ഷംസുൽ മസാ തഊദു തുയൂർ ഇലാ അഗ്ശാശിഹ യഹ്ദു റുആത്തുൽ മവാശി ഇലൽ ഹദാഇർ ഖുദിനാ മിൻ ലഫ്ഫത്തിൻ നഹരി വവസൽനാ ഇലാ ബുയൂത്തിനാ ഖബ്ല ഇന്തിശാറിൽ വലാമിൽ ലൈൽ. അല്ലേ. മാ അജ്മലൻ നെഹർ. ആ ഒരു നദി കാണുവാൻ അല്ലേ, എത്ര മനോഹരമാണ് ആ ഒരു നദി എന്ന് പറയുന്നത്. യജ്രി ബിമാ ഇൻ, അത് ഒഴുകുന്നത് എങ്ങനെയാണ്? ആ ഒരു അർസഖായിട്ടുള്ള, അതായത് അസ്റഖായിട്ടുള്ള എന്നായിരിക്കും കേട്ടോ. തെളിഞ്ഞ ആ ഒരു നീല വെള്ളത്തിൽ ഒഴുകുന്നതായ ആ ഒരു നദി എത്ര മനോഹരമാണ് എന്നാണ്. തുസയ്യിനുഹു, അതിനെ ഭംഗിയാക്കുന്നുണ്ട്, അലങ്കരിക്കുന്നുണ്ട്. ഷംസുൽ മസാഇ, ആ വൈകുന്നേര സമയത്തുള്ളതായ സൂര്യൻ അതിനെ അലങ്കരിക്കുന്നുണ്ട്.
തഊദു തുയൂറു പക്ഷികളൊക്കെ മടങ്ങുന്നുണ്ട് ഇല അഗശാഷിഹ അതിൻ്റെ കൂട്ടുകളിലേക്ക്. അഗശാഷ് എന്ന് പറഞ്ഞാൽ കൂടുകളാണ്. ഒഷുൻ ജം ആണ് അഗശാഷ് എന്ന് പറയുന്നത് കേട്ടോ, പക്ഷിക്കൂടുകൾ എന്നർത്ഥം. യഹുദുൽ റുആത്തു അതുപോലെ തന്നെ ആട്ടിടയന്മാർ, അതാണ് റുആത്ത് എന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ നയിച്ചു കൊണ്ട് പോകുന്നുണ്ട് അൽ മവാഷി അവരുടെ ആ ഒരു കന്നുകാലികളെയൊക്കെ ഇടയന്മാരിങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇലൽ ഹലോ ഇരി എങ്ങോട്ട്, അവയുടെ ആലകളിലേക്ക്, അവരുടെ കൂടുകളിലേക്ക് എന്നർത്ഥം. ഉദിന ഞങ്ങൾ മടങ്ങി മിൻ ലൊഫത്തിൻ നെഹ്രി ആ ഒരു പുഴയുടെ തീരത്ത് നിന്ന് ഞങ്ങൾ മടങ്ങി. വസ്വല്ല ഞങ്ങൾ എത്തിച്ചേർന്നു ഇലാ ബുയൂത്തിന ഞങ്ങളുടെ വീടുകളിലേക്ക്. ഖബില ഇന്തിഷാറുൽ വലാമുല്ലയിൽ ആ ഒരു രാത്രിയുടെ ഇരുട്ട് പരക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഞങ്ങൾ വീടുകളിലേക്കൊക്കെ മടങ്ങിയെത്തി എന്നാണ്. ഇതാണ് അവിടെ കൊടുത്ത പാരഗ്രാഫ്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, മാ ലൗനുൽ മാ ആ വെള്ളത്തിൻ്റെ നിറം എന്താണ് എന്നാണ്. എന്തായിരുന്നു? അസ്റഖാണ് അല്ലേ, നീല നിറമാണ്. രണ്ടാമത്തെ നോക്കൂ, മസ്മു മസ്കനിൽ തുയൂർ പക്ഷികളുടെ മസ്കൻ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം, അതിൻ്റെ പേരെന്താണ് എന്നാണ്. എന്താണ് പക്ഷികളുടെ താമസ സ്ഥലത്തിൻ്റെ പേര്? അഗശാഷ് എന്നാണ് കേട്ടോ, കൂടുകൾ, പക്ഷിക്കൂടുകൾ എന്നർത്ഥം. മത്താ വസൽ ഔലാദു ഇലൽ ബൈത്തി എപ്പോഴാണ് കുട്ടികളൊക്കെ വീടുകളിലേക്ക് എത്തിയത് എന്നാണ്. എപ്പോഴാണ് എത്തിയത്? ഖബില ഇന്തിഷാരി ഗലാമല്ലൈലി രാത്രിയുടെ ഇരുട്ട് പരക്കുന്നതിന് മുമ്പായിക്കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് എത്തി എന്നാണ്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ, അഇദ് മുദക്കിറത്തൻ റാണി ലക്ഷ്മി ബായ് ബിസ്തിആനതി അന്നിഖാത്തില്ലാത്തെ താഴെ കൊടുത്ത പോയിന്റ്സുകൾ വെച്ചുകൊണ്ട് റാണി ലക്ഷ്മി ബായിയെ കുറിച്ച് ഒരു മുദക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതായ പോയിൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നിഖാത്ത് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് എന്നാണ് അർത്ഥം. മലിക്കത്തു ജാൻസി അതായത് ജാൻസി റാണി. തെദിരീബുൽ ഫുറൂസിയ വർറമായ അതായത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുതിര സവാരിയൊക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്പെയ്ത്തൊക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരെക്കുറിച്ച് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലിദ്ദൽ ഇഖ്തിലാലിൽ ബെറീത്തോനിയിൻ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കോളനി വാഴ്ചയ്ക്ക് എതിരായിക്കൊണ്ട് എന്നാണ്. തൂഫിയത്ത് അവർ മരണപ്പെട്ടത് ഫി ഉംരിഹ സലാസൂൻ അവരുടെ 30ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാണ് വേണ്ടത്. നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. റാണി ലക്ഷ്മി ബായ് അവരാരായിരുന്നു? റാണി ലക്ഷ്മി ബായ് ഖാനത്ത് മലിക്കത്ത് ജാൻസി റാണിയായിരുന്നു അല്ലേ. തഅല്ലമത്തുൽ ഫുറൂസിയ അവർ കുതിര സവാരി പഠിച്ചു. വരിമായ അതുപോലെ തന്നെ അമ്പെയ്ത്തും പഠിച്ചു. മുൻനുസി അരിഹ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ. ദാഫഅത്ത് അൻ ബിലാദിഹ അവളുടെ നാടിനെ സംരക്ഷിച്ചു. വഹാറബത്തിൽ ബിരീത്തോനിയീൻ ബ്രിട്ടീഷുകാർക്കെതിരിൽ അവൾ യുദ്ധം ചെയ്തു. ബിഷജാഅത്തിൻ കബീറത്തിൻ നല്ല വലിയ ധീരതയോട് കൂടിയിട്ട് എന്നാണ്. ഉസ്തുഷ്ഹിദത്ത് അവൾ രക്തസാക്ഷിയായി. വഹിയ ഫി സലാസീന മിൻ ഉംരിഹ അവളുടെ 30ാമത്തെ വയസ്സിൽ. തുഅദ്ദു അവളെ എണ്ണപ്പെടുന്നുണ്ട് മിൻ അഷ്ഹരി നിസാഇൽ ഹിന്ദ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരെ എണ്ണപ്പെടുന്നുണ്ട് എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അഇദ് തഹ്ലീറൻ ലിസുക്കാനി ലൊഫത്തിൻ നെഹർ മിൻ ഫൈലോനി ബിസ്തിആനത്തിൻ നിഖാത്തി താലിയ അതായത് അഇദ് തഹ്ലീറൻ ഒരു മുന്നറിയിപ്പ് തയ്യാറാക്കുവാൻ, ഒരു ജാഗ്രതാ നിർദ്ദേശം തയ്യാറാക്കുവാനാണ്. ലിസുക്കാനി ലൊഫത്തിൻ നെഹർ നദീതീരത്ത് താമസിക്കുന്നതായ ആളുകൾക്ക് മിൻ ഫൈലോനിൻ എന്തിനെ കുറിച്ചാണ്? വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുവാനാണ് കേട്ടോ. അത് തയ്യാറാക്കേണ്ടത് താഴെ കൊടുത്ത പോയിന്റ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഹുക്കൂമത്ത് എന്ന് പറഞ്ഞ ഗവൺമെൻറ്. ഫുത്തൂഹുസ് സുദൂദ് എന്ന് പറഞ്ഞാൽ ഷട്ടറുകളൊക്കെ തുറക്കുക, അതാണ് ഫുത്തൂഹുസ് സുദൂദ് എന്ന് പറയുന്നത്. ഹുത്തൂൽ അംതോറിൽ അസീറ അതായത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് കൊണ്ട് എന്നാണ്. അഹ്ദുൽ ഹീത്ത എന്ന് പറഞ്ഞാൽ കരുതലുകളൊക്കെ സ്വീകരിക്കുവാനാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ജാഗ്രതാ നിർദ്ദേശം എഴുതേണ്ടത് എന്ന് നോക്കൂ. തഹദീറുൻ ആജിൽ അല്ലേ, പെട്ടെന്നുള്ള മുന്നറിയിപ്പ് എന്നാണ്. തുവജ്ജിഹുൽ ഹുക്കൂമത്തു ഇലാ സുക്കാനിൽ ലൊഫത്തിൻ നെഹർ തഹദീറൻ മിൻ ഫുതൂഹി സുദൂദി ബിഹുതൂലി അംതോറിൻ അസീറ വതർജുമൽ ജമീഇ അഹദൽ ഹീത്തോ എന്താണ് പറയുന്നത്? തുവജ്ജുൽ ഹുക്കൂമ അതായത് ഗവൺമെൻറ് അറിയിക്കുന്നുണ്ട് ഇലാ സുക്കാനിൽ ലുഫത്തിൻ നെഹർ ആ ഒരു നദീതീരത്ത് താമസിക്കുന്നതായ ആളുകൾക്ക് തഹദീറൻ ഒരു ജാഗ്രതാ നിർദ്ദേശം
മിൻ ഫുതൂഹി സുജൂദ് എന്തിൻ്റെ ജാഗ്രതയാണ്? ഷട്ടറുകൾ തുറക്കുന്നതിനെ കുറിച്ച് ബിഹുതൂലി അംതോരിൻ അസീറ ശക്തമായിട്ടുള്ള മഴ കാരണത്താൽ ഷട്ടറുകളൊക്കെ തുറക്കുന്നതിനെ കുറിച്ചൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വതർജൂമിനൽ ജമീഅ മുഴുവൻ ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അഖദുൽ ഹീത്ത ആ ഒരു വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. കെമ്മിനിൽ ഫിഖറ മഅ തബ്ദീലിൽ അഫ്ആലിൽ മാദിയ ഇലൽ മുലാരിഇ. അതായത് അവിടെ കൊടുത്ത ആ ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കുവാനാണ്. മഅ തബ്ദീലിൽ അഫ്ആലിൽ മാദിയായിട്ടുള്ള ഫിഅലുകളെ മാറ്റിക്കൊണ്ട് ഇലൽ മുലാരിയാക്കി മാറ്റിക്കൊണ്ട് എന്നാണ്. സെൻറ്റൻസ് നോക്കൂ. സ്വാദിഖുൻ വലതുൻ നഷീത്തുൻ. സ്വാദിഖ് ഒരു ഉന്മേഷവാനായിട്ടുള്ള കുട്ടിയായിരുന്നു. ഹുവ ഡേഷ് മുബക്കിറൻ അവൻ നേരത്തെ. ഇസ്തൈഖല എന്നവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുലാരിയാണ് അവിടെ എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? ഹുവ ഇസ്തൈഖിലു മുബക്കിറൻ അവൻ നേരത്തെ എഴുന്നേൽക്കുന്നു. വഡേഷ് മിൻ ഫിറാഷിഹി അവൻ അവൻ്റെ വിരിപ്പിൽ നിന്നും. ബ്രാക്കറ്റിൽ കൊടുത്ത പദം ഖാമ എന്നാണ്. ഖാമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നാണ്. അതിൻ്റെ മുലാരി യഖൂമു എന്നാണ്. അപ്പം നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? വയഖൂമു മിൻ ഫിറാഷിഹി അവൻ അവൻ്റെ വിരിപ്പിൽ നിന്നും എഴുന്നേൽക്കുന്നു. വ ഡേഷ് ഷെരിബ കൂബം മിൻ കഹ്വത്തി ഒരു കപ്പ് കോഫി അവൻ കുടിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. ഷെരിബ എന്നുള്ളതിൻ്റെ മുലാരി യഷ്രിബു. ഷെരിബ യഷ്റബു എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ വയഷ്റബു കൂബം മിൻ കഹ്വത്തി എന്നാണ് അവിടെ എഴുതേണ്ടത്. വഡേഷ് ഫക്കറ ഫി മഹാമിഹി അൽയോമിയ ആ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഫക്കറ യുഫക്കിറു വയുഫക്കിറു ഫി മഹാമിഹിൽ യോമിയ എന്നാണ് എഴുതേണ്ടത്. ബഅദൽ ലുഹറിന് ശേഷം ഡേഷ് ദഹബ ഇലൽ മക്തബത്തി അവൻ ലൈബ്രറിയിലേക്ക് പോകുന്നു എന്നാണ്. ദഹബ എന്നുള്ളത് എങ്ങനെ മാറും? യദ്ഹബു ഇലൽ മക്തബത്തി വ ഡേഷ് ബിസ്വദീഖിഹി തൻ്റെ കൂട്ടുകാരനുമായിക്കൊണ്ട് ഇത്തസല എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുലാര്യം എത്തസിലു എന്നാണ് വരുന്നത് കേട്ടോ. അതായത് കോണ്ടാക്റ്റ് ചെയ്യുക എന്നാണ്. വ എത്തസിലു ബിസ്വദീഖിഹി എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അൻ സലാസത്തി അസ്ഇലത്തിൻ അവിടെ കൊടുത്തിട്ടുള്ളതിൽ 3 ഉത്തരം എഴുതുവാനാണ്. ആദ്യ തർജുമത്തിൽ ഹയാത്തി ലിസിഎച്ച് മുഹമ്മദ് കോയ ബി മുസാഅദത്തി ബയാനാത്തി ഷഖ്സിയ അതായത് CH മുഹമ്മദ് കോയയുടെ ജീവചരിത്രം തയ്യാറാക്കുവാനാണ്. അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ബയോഡേറ്റ, അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കത് വായിച്ചു നോക്കാം. മക്കാനുൽ വിലാദ അദ്ദേഹം ജനിച്ചത് അത്തോളിയിലാണ്, കാലിക്കറ്റ് കോഴിക്കോട്ടിലെ അത്തോളിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. താരീഖുൽ വിലാദ അദ്ദേഹം ജനിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് 1927 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. ഇസ്മുൽ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആലി മുസ്ലിയാർ എന്നാണ്. ഉമ്മയുടെ പേര് ഇസ്മുൽ വാലിദ മറിയം ഉമ്മ എന്നാണ് ഉമ്മയുടെ പേര്. ഇസ്മുൽ സൗജ ഭാര്യയുടെ പേര് ആമിന എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനം കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലുമാണ് അദ്ദേഹം പഠിച്ചത്. അൽ മനാസിബ് അദ്ദേഹം ഏതൊക്കെ ജോലിയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. സഈമുൻ സിയാസിയും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഖതീബിൻ ഒരു പ്രാസംഗികനായിരുന്നു. കാത്തിബിൻ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. ഷിഹാഫീൻ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു എന്നാണ്. താരീഖുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ടത് 1983 സെപ്റ്റംബർ 28 അദ്ദേഹം മരണപ്പെടുന്നത്. മക്കാനുൽ വഫാത്ത് അദ്ദേഹം മരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബയോഡേറ്റ വെച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ജീവചരിത്രമാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. വലിദ CH മുഹമ്മദ് കോയ ഫി 15 യൂലിയോ 1927 മീലാദിയ ഫി ഖറിയത്തി അത്തോളി ഫി മിൻതഖത്തി കാലിക്കോട്ട് കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന് പറയുന്ന സ്ഥലത്ത് 1928 ജൂലൈ 15 CH മുഹമ്മദ് കോയ ജനിച്ചത്. ഇസ്മു വാലിദിഹി ആലി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് ആലി മുസ്ലിയാർ എന്നായിരുന്നു. ഇസ്മു വാലിദത്തിഹി മറിയം ഉമ്മ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് മറിയം ഉമ്മ എന്നായിരുന്നു. ഇസ്മു സൗജത്തിഹി ആമിന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആമിന എന്നായിരുന്നു. തഅല്ലമ ഫി കൊയിലാണ്ടി കൊടുങ്ങല്ലൂർ അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് പഠിച്ചത്. അമില CH മുഹമ്മദ് കോയ ജോലി ചെയ്തു. സിയാസി എന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനായിക്കൊണ്ടും ഷഹാഫി എന്നൊരു ജേർണലിസ്റ്റ് ആയിക്കൊണ്ടും കാത്തിബൻ ഒരു എഴുത്തുകാരനായിക്കൊണ്ടും ഖതീബൻ ഒരു പ്രാസംഗികനായിക്കൊണ്ടുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
വതൂഫിയ ഫി 28 സെപ്റ്റംബർ 1983 മീലാദിയ ഫി ഹൈദരാബാദ്. 1983 സെപ്റ്റംബർ 28 ഹൈദരാബാദിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ. ലാഹിദൽ ജദ്വല വ അജിബ് അനിൽ അസ്വിലത്തി താലിയ. താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പട്ടിക അത് നോക്കുവാനാണ്. എന്നിട്ട് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. നോക്കൂ. അൽ ഇസ്മ്, നെയിം, അൽ മീലാദ് അവർ ജനിച്ച സ്ഥലം, അതുപോലെ ജനിച്ച ഡേറ്റ്, അല്ലഫാത്ത് അവരുടെ രചനകൾ ഏതെങ്കിലുമൊക്കെ കൃതികൾ, അൽ ജിൻസി അവരുടെ നാഷണാലിറ്റി ഏത് രാജ്യക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 4 ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. അതിന് 4 പ്രഗത്ഭരായ വ്യക്തികളും അവർ ജനിച്ച ഡേറ്റും അതുപോലത്തെ അവരുടെ പുസ്തകങ്ങളുടെ പേരും അവർ ഏത് രാജ്യക്കാരാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത് കമല സുരയ്യാണ്. 31/3/1934 അവർ ജനിക്കുന്നത്. യാ അല്ലാ എന്നുള്ള അവരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയ, ഇന്ത്യക്കാരിയാണ് അവർ അല്ലേ. ഇനി റജാ സോനിയ ആണ്. 11/9/1981 അവർ ജനിക്കുന്നത്. ബനാത്തു റിയാൽ എന്ന അവരുടെ പുസ്തകത്തിൻ്റെ പേര്. സൗദിയാണ്, സൗദിക്കാരനാകുന്നു അദ്ദേഹം. നാസിക് മലായിക്ക 23/7/1923 അവർ ജനിക്കുന്നത്. ആഷിഖത്തുൽ ലൈൽ എന്നുള്ള അവരുടെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറാഖിയാണ്, ഇറാഖിക്കാരിയാണ്, ആ ഒരു കവിയായിരുന്നു അവർ. മലാല യൂസുഫ്സായി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അവർ 12/7/1997 ജനിക്കുന്നത്. അന മലാല എന്നുള്ള അവരുടെ പുസ്തകത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവർ പാകിസ്ഥാൻകാരിയായിരുന്നു കേട്ടോ. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ ചോദ്യങ്ങൾ വരുന്നത്. നോക്കുമ്പോൾ ഹിയ സ്വാഹിബത്തു ആഷിഖത്തുൽ ലൈൽ. ആഷിഖത്തുൽ ലൈൽ എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിൻ്റെ ഓണർ ആരാണ്, അത് ആരുടേതാണ് എന്നാണ്. ആരാണ്? നാസിക് മലായിക്കയാണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെ നോക്കൂ. മാ ജിൻസിയത്തു മലാല യൂസുഫ്. മലാല യൂസുഫ് സായിയുടെ നാഷണാലിറ്റി അവർ ഏത് രാജ്യക്കാരിയാണ് എന്നാണ്. ഏത് രാജ്യക്കാരിയായിരുന്നു? പാകിസ്ഥാനിയാണ് അല്ലേ. മക്ക വുലിദത്ത് റജാ ഉസ്വാനിയ. റജാ ഉസ്വാനി എപ്പോഴാണ് ജനിക്കുന്നത് എന്നാണ്. അവരെപ്പോഴാണ് ജനിക്കുന്നത്? 11/9/1981. മസ്മ കിതാബി കമല സുരയ്യ. കമല സുരയ്യയുടെ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു എന്നാണ്. യാ അല്ലാ എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. നുലാഹിദു യഅലാലത്താലി വനുഇദ്ദി യഅലാനലിൽ ബുർത്തഖാൽ. താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു പരസ്യം നോക്കുവാനാണ്. എന്നിട്ട് ഓറഞ്ചിൻ്റെ ഒരു പരസ്യം തയ്യാറാക്കുവാനാണ് കേട്ടോ. മിനൽ മസ്റഅത്തിൻ മുബാഷറ, അതായത് ഡയറക്റ്റ് ഫാമിൽ നിന്ന്, നേരിട്ട് ആ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എന്നാണ്. അലദ്ദു തുഫാഹിൻ നൗഉൻ മുംതാസ്. അലദ്ദു തുഫാഹിൻ ഏറ്റവും ടേസ്റ്റുള്ള ആപ്പിളാകുന്നു, ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ടതായ, അതാണ് നൗഉൻ മുംതാസ് എന്ന് പറഞ്ഞാൽ. അർലൻ ഹാസിൻ ലി ഫത്രത്തിൻ മഹദൂദ, അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്നാണ്. കിലോ 100 രൂപ ഫക്കത്ത്, ഒരു കിലോക്ക് 100 രൂപ മാത്രമാണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ആ ഒരു തുഫാഹ് എന്നുള്ളതിൻ്റെ പകരം ബുർത്തുഖാൽ ഓറഞ്ച് ആക്കിയിട്ട് ആ ഒരു പരസ്യം തയ്യാറാക്കുവാനാണ്. നമുക്ക് എങ്ങനെ എഴുതാം? മിനൽ മസ്റഅത്തിൻ മുബാഷറ, അത് നമുക്ക് എഴുതാവുന്നതാണ്. അലല്ലു തുഫാഹ് എന്നുള്ളതിന് നമുക്ക് അലല്ലുൽ ബുർത്തുഖാൽ എന്നാക്കിയാൽ, തുഫാഹിൻ്റെ പകരം ബുർത്തുഖാൽ എന്നാക്കുക. നൗഉൻ മുംതാസ് എന്നൊന്നും ഒഴിവാക്കേണ്ട, അത് അതുപോലെ എഴുതാം. നൗഉൻ മുംതാസുൻ അർലൻ ഖാസിൻ ലി ഫിത്രത്തിൻ മഹദൂദ, അതൊക്കെ നമുക്കവിടെ എഴുതാവുന്നതാണ്. കിലോ നമുക്കവിടെ 50 രൂപ ഫഖത്ത് എന്നാക്കാം. ഒരു 50 രൂപ മാത്രമാണ് കിലോക്ക് വരുന്നത് എന്ന് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിതിൽ ഒന്നെങ്കിൽ അതിൽ ഓപ്ഷൻ എ എഴുതാം, അല്ലെങ്കിൽ ബി എഴുതാവുന്നതാണ്. അഇദ്ദിൽ ഹിവാർ അല്ലദി ദാറ ബൈന ഖാലിദിൻ വൽ മുഹാസിബിൻ അമാമ ഷുബാക്കി ദഫ്ഇ. അതായത് അഇദ്ദ, നീ തയ്യാറാക്കണം, അൽ ഹിവാറ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുവാനാണ്. അല്ലദി ദാറ ബൈന ഖാലിദിനും വൽ മുഹാസിബി അക്കൗണ്ടൻറ്റിനും ഇടയിൽ നടക്കുന്നതായ കോൺവെർസേഷൻ, സംഭാഷണം എഴുതുവാനാണ്. അമാമ ഷുബാക്കി ദഫ്ഇ, ആ ഒരു ബിൽ കൗണ്ടറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ആ ഒരു ബില്ലടക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺവെർസേഷൻ എഴുതുവാനാണ് കേട്ടോ. നമുക്കതെങ്ങനെ എഴുതാമെന്ന്. ഖാലിദ് അസ്സലാമു അലൈക്കും ഉരീദു അൻ അദ്ഫഅൽ ഫാത്തൂറ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബില്ലടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് ബില്ലടക്കണം എന്ന് ഖാലിദ് പറയാണ് അല്ലേ. അൽ മുഹാസിബ് അലൈക്കും അസ്സലാം,
ഹൽ അഹ്ലർത്തൽ ഫാത്തൂറ യാ ഖാലിദ്, ഖാലിദെ നീ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫാത്തൂറ എന്ന് പറഞ്ഞാൽ ബില്ലാണ്. അപ്പോൾ ഖാലിദ് പറയുന്ന അതെ, ഹാദിഹി ഹിയൽ ഫാത്തൂറ, ഇതാ ബില്ല് ഇതാ എന്നാണ് പറയുന്നത്. കമിൽ മബുല, ടോട്ടൽ എത്രയായിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അൽ മുഹാസിബ്, അക്കൗണ്ടൻറ്റ് പറയാണ് അൽ മബുല ഓ ഹംസുമി അതു രൂപയ, 500 രൂപയായിട്ടുണ്ട് എന്നാണ്. ഖാലിദ് ഹസനൻ ഹാദൽ മബുല, ഇതാ എമൗണ്ട് ഇതാ എന്നാണ് പറയുന്നത്. അൽ മുഹാസിബ് വീണ്ടും അക്കൗണ്ടൻറ്റ് പറയാൻ ശുക്രൻ ലക്, താങ്ക് യു അല്ലേ. ഹൽ തുരീദിൽ ഈസ്വാൽ, നിനക്ക് ഇതിൻ്റെ റെസിപ്റ്റ് വേണോ എന്നാണ് ചോദിക്കുന്നത്. ഖാലിദ് നഅം മിൻ ഫളിക് അല്ലേ, അതെ പ്ലീസ് എന്നാണ് കേട്ടോ. വീണ്ടും അൽ മുഹാസിബ് തഫദ്ദൽ ഹാദൽ ഈസ്വാൽ, ഇതാ റെസിപ്റ്റ് ഇതാ എന്നാണ് പറയുന്നത്. ഖാലിദ് ശുക്രൻ ജസീലൻ, താങ്ക് യു വെരി മച്ച്. അൽ മുഹാസിബ് ഒഫ്വൻ, ആ രൂപത്തിൽ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്രത്യേക സിറ്റുവേഷൻ പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഏത് രൂപത്തിലും എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. ഇൻഷാല്ല ഇതിൻ്റെ 2 സെറ്റും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ല അത് ടീച്ചർ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.